ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു തക്കാളി കറി ഉണ്ടാക്കിയാലോ? അതിനായി 1/2 കിലോ തക്കാളി കഴുകി വൃത്തിയാക്കി കഷണങ്ങളായി മുറിച്ചെടുക്കാം. ഇനി അടുപ്പിൽ ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞങ്ങളുടെ സ്ഥലം ഇടുക്കി ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറിയൊരു സവാള മുറിച്ചെടുത്തതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണേ. ഞാൻ കറി വെക്കാൻ എടുത്തപ്പോൾ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി വഴറ്റി കൊടുക്കാം. സവോള വഴഞ്ഞു കഴിയുമ്പോൾ നമുക്കതിലേക്ക് എരിവില്ലാത്ത ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ യോജിപ്പിക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ എല്ലാം കൂടെ ഇളക്കി ചേർക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ എരിവ് കുറഞ്ഞ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കാരണം നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. തക്കാളി കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ചേർത്ത് ഇത് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചാറും കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കുറച്ചുകൂടെ ചാറ് വറ്റിച്ചാണ് എടുത്തത്. അങ്ങനെ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറിയും വേണ്ട. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.